സോറിയാസിസ് മുഖത്ത് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. അതിനാൽ നമ്മൾ വിഷമപ്പെടുകയും ചെയ്യുന്നു. ഇനി മുഖത്ത് തന്നെ വന്നിരിക്കുന്നു, ഇനി ഇങ്ങനെ നേരിടും, ഇനി സോറിയാസിസ് സുഖപ്പെടില്ലേ എന്നിങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമസ്കാരം, ഞാൻ മേഘ ചതുർവേദി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് മുഖത്ത് സോറിയാസിസ് വന്നാൽ അതിനെ എങ്ങനെ പരിചരിക്കണം, പാച്ചുകൾ എങ്ങനെ കുറയ്ക്കണം എന്നതാണ്. ഏതൊക്കെയായാലും ആദ്യം പാനിക്കാവരുത്, അല്ലെങ്കിൽ ആശങ്കപ്പെടരുത്. ഇനി എൻ്റെ സോറിയാസിസ് സുഖപ്പെടില്ല, എൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി എന്നിങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളിൽ നിന്ന് ആരും കവർന്നെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവ് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു പോകാൻ കഴിയില്ല. മുഖത്ത് സോറിയാസിസ് വന്നാലും നിങ്ങൾ രോഗിയാണെങ്കിലും ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിലും ആ സോറിയാസിസും സുഖപ്പെടും. പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ മുഖത്ത് സോറിയാസിസ് പാച്ചുകൾ ഉണ്ടെങ്കിൽ ആദ്യം തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകണം. അതിനുശേഷം മുഖം വൃത്തിയാക്കി ഉണക്കിയ ശേഷം കച്ചവെള്ളയിൽ ഒരു ചിറ്റിക്കുരു മഞ്ഞൾ ചേർത്ത് ഒരു പാക്ക് തയ്യാറാക്കി മുഖത്ത് പുരട്ടണം. അത് 5 മുതൽ 10 മിനിറ്റ് വരെ മുഖത്ത് വയ്ക്കുക. പിന്നെ അതിനെ സ്ക്രബ് ചെയ്യാതെ സാവധാനം വെള്ളത്തിൽ കഴുകി കളയണം. പാക്ക് മുഖത്ത് പുരട്ടി സാവധാനം കഴുകിയ ശേഷം കുറച്ച് കുങ്കുമാതി എണ്ണ, അതിൽ നെയിം ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ ചേർന്നതും മുഖത്ത് പുരട്ടണം. 2 മുതൽ 4 തുള്ളി എണ്ണ മുഖത്ത് നന്നായി റബ് ചെയ്യണം. അതിലൂടെ ചുവപ്പ്, കത്തൽ, ചുളിവ് എന്നിവ കുറയുകയും ത്വച്ചയുടെ ടെക്സ്ചർ മെച്ചപ്പെടുകയും മേക്കപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗ്ലോ ചെയ്യാനും സാധിക്കും. ഇനി ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? മധ്യാഹ്നം ആയപ്പോൾ നിങ്ങൾ മുഴുവൻ ജോലി കൊണ്ട് തിരക്കിലാണോ അല്ലെങ്കിൽ തിരക്കില്ലാതെയാണോ എന്നത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒരു സ്പ്രേ ഉപയോഗിക്കാം. ഇത് റോസ് വാട്ടർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നാടൻ രീതിയിൽ തയ്യാറാക്കാം. റോസ് പെറ്റലുകൾ വെള്ളത്തിൽ കലർത്തി അത് ഫിൽറ്റർ ചെയ്ത് റോസ് എക്സ്ട്രാക്ട് ആ വെള്ളത്തിൽ എത്തുമ്പോൾ അത് റോസ് വാട്ടർ ടോണറിന്റെ ജോലി ചെയ്യും. നിങ്ങൾ ഇടയ്ക്കിടെ ഈ സ്പ്രേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. വളരെയധികം വിയർപ്പോ അല്ലെങ്കിൽ അത്യധികം ചൊറിച്ചിലും ചുവപ്പും ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ മുഖം കഴുകാനും കഴിയും. പക്ഷേ ഇവിടെ ഹാഷ് കെമിക്കൽ ഉള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രീം നിങ്ങൾ ഒഴിവാക്കണം. രാത്രിയിൽ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ റീലാക്സ് ചെയ്യുന്ന സമയത്തും അലോവേര ജെൽ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം സാധാരണയായി ശുചിത്വം പാലിക്കണമെന്ന് ഉറപ്പാക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു തണുപ്പിന്റെ അനുഭവവും ശാന്തതയും ലഭിക്കും. ചൊറിച്ചിൽ കുറയും. ഞാൻ പറയുന്ന ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിക്കാം. സാൻഡൽവുഡ് എടുക്കാം. അതിൽ റോസ് വാട്ടർ ചേർത്ത് ഒരു പാക്ക് തയ്യാറാക്കാം. അത് മുഖത്ത് പുരട്ടി സാധാരണയായി 10 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയാം. അത് മുഖത്ത് വളരെ തണുപ്പും പിത്തം ശമനവും, കത്തുന്ന അനുഭവം കുറയുകയും ചുവപ്പ് മാറുകയും ചെയ്യും. മറ്റൊരു പാക്ക് കൂടി നിങ്ങൾ തയ്യാറാക്കാം. അതിൽ മഞ്ചിഷ്ട, മുൾത്താനി മണ്ണ് അല്ലെങ്കിൽ അലോവേര ജെൽ എന്നിവ ചേർത്ത് മിശ്രിതം ഉണ്ടാക്കി പാക്ക് പോലെ ഉപയോഗിക്കാം. ആഴ്ചയിൽ 2-3 തവണ ഇത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതോടെ നിങ്ങളുടെ വീക്കം, ചുവപ്പ്, കത്തുന്ന അനുഭവം, കുരുക്കൽ എന്നിവ കുറയാൻ തുടങ്ങും. മുഖത്തിന്റെ ടെക്സ്ചർ, അതായത് നമ്മുടെ ചർമ്മത്തിന്റെ ടെക്സ്ചർ, താരതമ്യേന മുഖത്തിലെ ചർമ്മം വളരെ പാളിയതാണ്, മുക്കാണ്, സെൻസിറ്റീവ് ആണ്, കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. അതിനാൽ അവിടെയുള്ള ടെക്സ്ചറും മെച്ചപ്പെടും. നിങ്ങളുടെ മുഖത്ത് വരുന്ന അടയാളങ്ങൾ പോലും അകറ്റാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ സോറിയാസിസ് കുറയും. അടുത്തതായി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മുൻകരുതലുകൾ എങ്ങനെ? ഉദാഹരണത്തിന് ഹെവി മേക്കപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങളുടെ മുഖത്ത് പാച്ചുകൾ ഉള്ളതുവരെ. രണ്ടാമതായി, നിങ്ങൾ കെമിക്കൽ ഷീറ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽ പീൽസ് ഉപയോഗിക്കരുത്. ചർമ്മത്തെ കൂടുതൽ പരിക്കേൽപ്പിക്കുന്നതോ ട്രോമ ഉണ്ടാക്കുന്നതോ ആയ ഏതെങ്കിലും ചികിത്സ നിങ്ങൾ സ്വീകരിക്കരുത്. ലേസർ നിങ്ങൾ മുഖത്ത് ചെയ്യാറുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം, കാരണം അതിലൂടെ കൂടുതൽ സെൻസിറ്റിവിറ്റിയും കത്തലിന്റെ അപകടവും വർദ്ധിക്കാം. അതിനൊപ്പം വളരെ കഠിനമായ സോപ്പുകളും ഫേസ് വാഷുകളും ക്രീമുകളും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഉറപ്പാക്കണം. കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ മുഖം സ്വാഭാവികമായി സുഖപ്പെടാൻ വിട്ടുനോക്കൂ. സ്വാഭാവികമായ വസ്തുക്കൾ നിങ്ങൾ ശുപാർശ ചെയ്യുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സ്വയം ഒരു നാച്ചുറൽ ടോണർ ഉണ്ടാക്കി വയ്ക്കാം. അതിൽ കുക്കുംബർ വാട്ടർ സ്പ്രേയും റോസ് വാട്ടർ സ്പ്രേയും നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങൾക്ക് അലോവേര ജെൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹെർബൽ ക്രീമുകൾ ഉപയോഗിക്കാം. അതിൽ അധികം സ്റ്റിറോയിഡ് അല്ലെങ്കിൽ കെമിക്കൽസ് ഇല്ലാത്തതും ശരിയായ ഡയറ്റ് പാലിക്കുകയും ശരിയായ മരുന്ന് ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മുഖത്തിലെ സോറിയാസിസും കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കില്ല. നിങ്ങളുടെ കഴിവ് നിങ്ങളിൽ നിന്ന് ആരും കവർച്ച ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളിൽ നിന്ന് ആരും കവർച്ച ചെയ്യാൻ കഴിയില്ല. കുഴപ്പമില്ലാതെ ക്ഷമയോടെ ശരിയായ ദിശയിലും ശരിയായ മാർഗനിർദ്ദേശത്തോടും കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സോറിയാസിസ് ഭേദമാക്കാൻ കഴിയും. ശരിയായ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ശരിയായ ഉൽപ്പന്നവുമാണ് നിങ്ങളുടെ സോറിയാസിസിനെ പൂർണ്ണമായും തോൽപ്പിക്കുന്നത്.